ഹലോ വെൽക്കം ബാക്ക്. നമുക്ക് ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പി കണ്ടാലോ. വീട്ടിൽ വലിയ മീനൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഈ രീതിക്കാട്ടോ കറി വെക്കാറ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്, പക്ഷേ അറിയാത്തവർ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിയലി സോറി, ക്യാമറയുടെ ആംഗിൾ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഷൂട്ട് ചെയ്ത ശേഷമാണ് ഞാനത് കണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ നന്നായി പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10-15 എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം കേട്ടോ. ഇനി ഈ ഉള്ളി ഒന്ന് കളർ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ ചെറുതായി കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നോർമൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുത്ത പുളി പിഴിഞ്ഞു വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കുടംപുളി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുളി പിഴിഞ്ഞ ബാലൻസ് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായി തിളച്ച ശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഏത് മീൻ വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറി. ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ.